ഹായ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒപ്റ്റോ ഇലക്ട്രോണിക് PLC ആൻഡ് മെഷറിംഗ് എക്യുപ്മെൻറ്റ്സ് പാർട്ട് 4 ലെസൺസ് ആണ് നോക്കുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സോളാർ സെല്ലിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അതിൻ്റെ ബേസിക് കൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ, പിന്നെ സോളാർ പാനലിൽ ഒരുപാട് സോളാർ സെൽസ് കണക്ട് ചെയ്യുമ്പോഴത്തേക്കുള്ള കാര്യങ്ങളും നോക്കിയിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ കൺസ്ട്രക്റ്റിംഗ് സോളാർ സെല്ലും കൂടെ നോക്കാം. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. മെറ്റീരിയൽ യൂസ്ഡ് ഇൻ സോളാർ സെൽ. ഇപ്പോൾ സോളാർ സെല്ലിൻ്റെ കൺസ്ട്രക്ഷൻ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിന് ഒരു പ്രത്യേകത ഉണ്ടായിരിക്കണം. ഇറ്റ് മസ്റ്റ് ഹാവ് ബാൻഡ് ഗ്യാപ്പ് ക്ലോസ് ടു 1.5 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ 1.5 ഇലക്ട്രോൺ വോൾട്ടെങ്കിലും ബാൻഡ് ഗ്യാപ്പ് ഉള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ സാധാരണയായിട്ട് സോളാർ സെല്ലിൻ്റെ കൺസ്ട്രക്ഷനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും അതിന് എക്സാമ്പിൾസ് ആണ് സിലിക്കൺ, ഗാലിയം ആർസനൈഡ്, ദെൻ കാഡ്മിയം ടെല്ലൂറൈഡ്, ദെൻ കോപ്പർ, ഇൻഡിയം, സെലനിയം. അപ്പോൾ ഇത്രയും കോമ്പൗണ്ട്സ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ സിലിക്കൺ വെച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, സോളാർ സെല്ല് ഉണ്ടാക്കുന്നത്. അപ്പോൾ സിലിക്കൺ, ഗാലിയം ആർസനൈഡ്, കാഡ്മിയം ടെല്ലൂറൈഡ്, ദെൻ കോപ്പർ, ഇൻഡിയം, സെലനിയം. ഇനി നമ്മൾ സോളാർ സെല്ലാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിന് ചൂസ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ക്രൈറ്റീരിയ നോക്കുക. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ഹാവ് ബാൻഡ് ഗ്യാപ്പ് ഫ്രം 1 ഇലക്ട്രോൺ വോൾട്ട് ടു അറ്റ്ലീസ്റ്റ് 1.8 ഇലക്ട്രോൺ വോൾട്ട്. അപ്പം നമുക്ക് ആ ഒരു റേഞ്ച് 1 ഇലക്ട്രോൺ വോൾട്ട് തൊട്ട് 1.8 ഇലക്ട്രോൺ വോൾട്ടെങ്കിലും വേണം. ദെൻ നമ്മൾ പറഞ്ഞിരുന്നു 1.5 ആണെങ്കിൽ കുറച്ചും കൂടെ ബെറ്ററാണ്. Then it must have high optical absorption. It must have high electrical conductivity. അപ്പം നന്നായിട്ട് ഒപ്റ്റിക്കൽ അബ്സോർപ്ഷൻ, ലൈറ്റ് എനർജിയെ നന്നായിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റണം. അതിനനുസരിച്ചുള്ള ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അവിടെ നടക്കണം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന LED എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽസ് ഒരുപാട് അബണ്ടൻ്റ് ആയിട്ടുള്ള ഇത് ഉപയോഗിച്ച് LED കൺസ്ട്രക്റ്റ് ചെയ്താൽ നമുക്ക് അത്രയും കോസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയൽസ് ചൂസ് ചെയ്തിട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ സിലിക്കണൊക്കെ വളരെ കോസ്റ്റ്ലി ആണ്. അപ്പം നമ്മൾ റോ മെറ്റീരിയൽസ് ഒരുപാടുള്ളത് നോക്കിയിട്ട് ചൂസ് ചെയ്താൽ നമുക്ക് മെറ്റീരിയൽ കൺസ്ട്രക്ഷൻ എന്ത് ചെയ്യാം, കോസ്റ്റ് കുറവാക്കി വെക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സോളാർ സെല്ലിൽ നിന്ന് നോക്കിക്കൊണ്ട് പോവുക. നെക്സ്റ്റ് നമുക്ക് നോക്കാൻ പോകുന്നത് ഒപ്റ്റോ കപ്ലറാണ്. So next is optocoupler. എന്താണ് optocoupler? Optocoupler is an electronic component that transfers electrical signals between two isolated circuits. അപ്പോൾ എന്താണ്, ഒരു ടു ഐസൊലേറ്റഡ് സർക്യൂട്ട്സിന് ഇടയ്ക്ക് ഇലക്ട്രിക്കൽ സിഗ്നൽ ട്രാൻസ്ഫർ ആക്കുന്ന ഒരു കമ്പോണൻ്റ് ആണ് എന്ത്, ഈ ഒപ്റ്റോകപ്ലർ എന്ന് പറഞ്ഞാൽ. അതായത് അവിടെ കോണ്ടാക്ട്സ് ഒന്നുമില്ല, നമുക്ക് ആ കോണ്ടാക്ട്സ് ഇല്ലാതെ തന്നെ അവിടെ ഇലക്ട്രിക്കൽ സിഗ്നൽ ട്രാൻസ്ഫർ പോസിബിൾ ആക്കുന്ന ഒരു ഇലക്ട്രോണിക് കമ്പോണൻ്റ് ആണ് എന്ത്, ഒപ്റ്റോ കപ്ലർ. അതിന് വിളിക്കുന്ന വേറെ പേരുകളാണ് ഒപ്റ്റോ ഐസൊലേറ്റർ, ഫോട്ടോ കപ്ലർ ഓർ ഒപ്റ്റിക്കൽ ഐസൊലേറ്റർ. അപ്പോൾ അതെങ്ങനെയാണ് ആ ഇലക്ട്രിക്കൽ സിഗ്നൽസ് രണ്ട് ഐസൊലേറ്റഡ് സർക്യൂട്ട്സിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ബേസിക് ബ്ലോക്ക് ഡയഗ്രാം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സർക്യൂട്ട് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഈ ഒപ്റ്റോ കപ്ലറിനകത്ത് 2 പാർട്സ് ആണുള്ളത്. ഫസ്റ്റ് പാർട്ട് ഈസ് ആൻ LED പാർട്ട്, സെക്കൻഡ് ഈസ് എ ഫോട്ടോ സെൻസിറ്റീവ് ഡിവൈസ്. അപ്പോൾ ഈ LEDയും ഫോട്ടോ സെൻസിറ്റീവ് ഡിവൈസും ഒരുമിച്ച് വെക്കുന്ന ഒരു കമ്പോണൻ്റ് ആണെന്ത്, ഈ ഒപ്റ്റോ കപ്ലർ എന്ന് പറഞ്ഞാൽ. അപ്പം ഈ ഫോട്ടോ സെൻസിറ്റീവ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ അതൊരു ഫോട്ടോ ഡയോഡ് ആവാം, ഫോട്ടോ ട്രാൻസിസ്റ്റർ ആവാം, അല്ലെങ്കിൽ ഫോട്ടോ റെസിസ്റ്റർ ആവാം, ഫോട്ടോ SCR ആവാം, ഫോട്ടോ ട്രയാക്ക് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. LED എന്ന് പറഞ്ഞാൽ ഇൻഫ്രാറെഡ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ഒരു LED സോഴ്സ് ആയിരിക്കും നമ്മുടെ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിനകത്ത് 2 പാർട്സ് ആണ്. ഒന്നെന്ന് പറഞ്ഞാൽ ഒരു LED പാർട്ടും, സെക്കൻഡ് ഈസ് എ ഫോട്ടോ സെൻസിറ്റീവ് പാർട്ട്. ഈ ഫോട്ടോ സെൻസിറ്റീവ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഫോട്ടോ ഡയോഡോ, ഫോട്ടോ SCRോ, ഫോട്ടോ ട്രയാക്കോ എന്ത് വേണമെന്നുണ്ടെങ്കിലും ആവാം. അപ്പോൾ ഈ LED എമിറ്റ് ചെയ്യുന്ന ഇൻഫ്രാറെഡ് ലൈറ്റ്, അപ്പോൾ LEDക്ക് എന്തായാലും നമുക്ക് എന്ത് വേണം, LED പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനൊരു നമ്മളൊരു
ഇലക്ട്രിക്കൽ സിഗ്നൽ കൊടുക്കുമ്പോഴാണ് അതിന് കറസ്പോണ്ടിങ് എന്തുണ്ടാവുന്നത്, ഒരു ലൈറ്റ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ലൈറ്റ് എന്തായിട്ട് ഉപയോഗിക്കും, ഫോട്ടോ സെൻസിറ്റീവ് ഡിവൈസിൻ്റെ ഇൻപുട്ടായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ആ ലൈറ്റ് വന്ന് വീഴുന്നതനുസരിച്ച് അതിന് പ്രപ്പോർഷണലായിട്ട് ഔട്ട്പുട്ടിൽ എന്തുണ്ടാവും, ഒരു ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാവും. അപ്പോൾ അവിടെ എന്താണ്, ഇലക്ട്രിക്കൽ കോൺടാക്റ്റ് നടക്കുന്നില്ല അല്ലേ. വൺ ഫോം ഓഫ് എനർജീനെ കൺവേർട്ട് ചെയ്ത് വേറൊരു ഫോം ആക്കുന്നു, ആ ഫോമിനെ വീണ്ടും റീകൺവേർട്ട് ചെയ്ത് സെയിം ഫോം ആക്കുന്നു. ഇലക്ട്രിക്കൽ എനർജിയെ ലൈറ്റ് ആക്കുന്നു, ലൈറ്റ് എനർജിയെ ദെൻ ഇലക്ട്രിക്കൽ എനർജി ആക്കുന്നു. അപ്പോൾ അവിടെ ഒരു ഐസൊലേഷനാണ് നടക്കുന്നത്. കോണ്ടാക്ട്സ് ഒന്നും ഇല്ലാതെ തന്നെ ഇലക്ട്രിക്കൽ എനർജീനെ കൺവേർട്ട് ചെയ്ത് വേറൊരു ഒന്നുകിൽ ഹൈ ഫോമിലോ അല്ലെങ്കിൽ ലോ ഫോമിലോ ആക്കുന്നതാണ് ഈ ഒപ്റ്റിക്കൽ ഐസൊലേറ്ററിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. അപ്പോൾ ഈ LED-യും ഫോട്ടോ സെൻസിറ്റീവ് ഡിവൈസും കൂടെ ഒരൊറ്റ ലൈറ്റ് ടൈറ്റ് ബോഡി ആയിട്ട് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ് എന്ത്, ഈ ഒപ്റ്റോ കപ്ലർ. അപ്പം അതിൻ്റെ ഒരു ബേസിക് ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ, സോ ദിസ് ഈസ് എ ഫിഗർ ഓഫ് ഒപ്റ്റോ കപ്ലർ. അപ്പോൾ ഒപ്റ്റോ കപ്ലർ എന്ന് പറയുമ്പോൾ അതിനകത്ത് കണ്ടോ, ഫസ്റ്റ് ഒരു LED സെക്ഷനുണ്ട്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, പിന്നെ ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന സിമ്പിൾ. സോ LED ആണ് ലെഫ്റ്റ് സൈഡിൽ. റൈറ്റ് സൈഡിൽ എന്താണുള്ളത്, ഒരു ഫോട്ടോ ട്രാൻസിസ്റ്റർ. ഇതെന്ത് വേണമെന്നില്ല, ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള എന്ത് ഡിവൈസ് വേണമെങ്കിലും നമുക്ക് ഇവിടെ വെക്കാം. ഈ ഫിഗറിൽ ഇപ്പം കാണിച്ചിരിക്കുന്നത് ഒരു ഫോട്ടോ സെൻസിറ്റീവ് ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ട്രാൻസിസ്റ്ററാണ്. ഈ ബേസിലേക്ക് എന്ത് വഴിയാണ്, ലൈറ്റ് എനർജി വന്ന് വീഴും, കറസ്പോണ്ടിങ് ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ട് ആവും. ഈ ഇൻപുട്ട് LED ഇൻപുട്ടിൽ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുന്നതനുസരിച്ച് ലൈറ്റ് എമിറ്റ് ചെയ്യും. ആ ലൈറ്റിന് പ്രപ്പോർഷൻ ആയിട്ടുള്ള ഇലക്ട്രിക് എനർജി ഇപ്പുറത്തെ സൈഡിൽ ഉണ്ടാവും. So current from the source signal passes through the input LED which emits an infrared light whose intensity is proportional to the electrical signal. This emitted light falls upon the base of the photo transistor, causing it to switch on and conduct in a similar way to a normal bipolar transistor. So when the current flow through the LED is interrupted, the infrared emitted light is cut off, causing the photo transistor to cease conducting. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലായതിൽ നിന്ന്, നമ്മൾ ഇലക്ട്രിക്കൽ സിഗ്നലിൽ LED കൊടുക്കുമ്പോൾ അതിന് പ്രപ്പോർഷണലായിട്ട് ലൈറ്റ് എനർജി ഉണ്ടാവുന്നു. ഈ ലൈറ്റ് എനർജി വന്ന് ബേസിൽ വീഴുമ്പോഴത്തേക്കും ഫോട്ടോ ട്രാൻസിസ്റ്റർ അതിൻ്റെ ട്രാൻസിസ്റ്റർ ആക്ഷൻ ചെയ്യുന്നു. ഇനി ഈ ബേസിൽ ലൈറ്റ് എനർജി, LED-ക്കകത്ത് ഇൻപുട്ടൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ലൈറ്റ് എനർജി എമിറ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഇൻപുട്ടൊന്നും ഫോട്ടോ ട്രാൻസിസ്റ്ററിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ട്രാൻസിസ്റ്റർ എന്തായിരിക്കും, ഓപ്പറേറ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഈ ഒരു വർക്കിംഗ് വെച്ചിട്ട് തന്നെ അതിന് നമുക്കൊരു ബെറ്റർ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്വിച്ചിങ് ആക്ഷനും ഒപ്റ്റോ കപ്ലറിന് പോസിബിൾ ആണ്. The spectral response of the LED and the photosensitive device are closely matched, being separated by a transparent medium such as glass, plastic or air. അപ്പോൾ നമ്മൾ എടുക്കുന്ന LED-യുടെയും ഫോട്ടോ സെൻസിറ്റീവ് ഡിവൈസിൻ്റെയും എന്ത് ചെയ്യണം, സ്പെക്ട്രൽ റെസ്പോൺസിൽ നല്ലൊരു മാച്ചിങ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ആ ഒപ്റ്റോ കപ്ലർ നല്ല രീതിയിൽ ആ ലൈറ്റ് ഇലക്ട്രിക്കൽ കൺവേർഷൻ പോസിബിൾ ആക്കത്തുള്ളൂ. പിന്നെ ഇത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ LED-യും ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയലിനും ഇടയ്ക്ക് ഒരു ട്രാൻസ്പെറൻറ്റ് മീഡിയം ആയിരിക്കും. അപ്പോൾ ട്രാൻസ്പെറൻറ്റ് മീഡിയം എന്ന് പറഞ്ഞാൽ എന്നാൽ മാത്രമേ ലൈറ്റ് നമുക്ക് ഫോട്ടോ ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ ഫോട്ടോ സെൻസിറ്റീവ് ഡിവൈസിലേക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ആ ട്രാൻസ്പെറൻറ്റ് മീഡിയം എന്ന് പറഞ്ഞാൽ ഗ്ലാസോ പ്ലാസ്റ്റിക്കോ ഓർ എയർ എന്ത് വേണമെന്നുണ്ടെങ്കിലും ആകാം. Since there is no direct electrical connection between the input and output of an optocoupler, electrical isolation up to 10 kilowatt അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് നേരിട്ട് ഇലക്ട്രിക്കൽ കോണ്ടാക്ട്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു 10 kV വരെയുള്ള ഐസൊലേഷൻ, ഇലക്ട്രിക്കൽ ഐസൊലേഷൻ നമുക്ക് ഇത് കാരണം പോസിബിൾ ആക്കാൻ പറ്റും. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇറ്റ് ക്യാൻ ഐസൊലേറ്റ് ഓർ ഇറ്റ് ക്യാൻ have an electrical isolation up to 10 kilowatt. Then next is classification of optocouplers. ഈ optocouplers-നെ നമ്മൾ ഉപയോഗിക്കുന്ന ഫോട്ടോ സെൻസിറ്റീവ് ഡിവൈസ് അനുസരിച്ച് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു ഇൻഫ്രാറെഡ് ലൈറ്റ് എമിറ്റിംഗ് LED ആണ്. റൈറ്റ് സൈഡിലുള്ളത് ഫോട്ടോ സെൻസിറ്റീവ് കമ്പോണൻ്റ് ആണ്. ആ ഫോട്ടോ സെൻസിറ്റീവ് കമ്പോണൻസ് അനുസരിച്ച് നമുക്ക് പ്രധാനമായിട്ടും 4 ക്ലാസിഫിക്കേഷനാണുള്ളത്. ഫസ്റ്റ് വൺ ഇസ് ഫോട്ടോ ട്രാൻസിസ്റ്റർ ഒപ്റ്റോകപ്ലർ, ദെൻ ഫോട്ടോ ഡാർലിംഗ്ടൺ ഒപ്റ്റോകപ്ലർ,
photo SCR optocoupler and photo triac optocoupler. First one is ഫോട്ടോ ട്രാൻസിസ്റ്റർ ഒപ്റ്റോകപ്ലർ. അതാണ് നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്നത് അല്ലേ, ഫോട്ടോ ട്രാൻസിസ്റ്റർ ഒപ്റ്റോകപ്ലർ. ഫസ്റ്റ് വൺ ഒരു LED പാർട്ടും സെക്കൻഡ് എന്താണ് ഒരു ട്രാൻസിസ്റ്റർ പാർട്ടും. ഫസ്റ്റ് ഫിഗറിൽ, സെക്കൻഡ് ഫിഗറിൽ കണ്ടോ, ഫസ്റ്റ് LED പാർട്ടാണ്, സെക്കൻഡ് ട്രാൻസിസ്റ്റർ പാർട്ടാണ്. പക്ഷേ അതിൻ്റെ ബേസിനെ നമ്മൾ ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് അല്ലേ, ബേസിന് 6 എന്നുള്ള പിന്നിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പം ഇത് രണ്ടും നമുക്ക് എന്താണ് ഫോട്ടോ ട്രാൻസിസ്റ്റർ ഒപ്റ്റോകപ്ലർ കോൺഫിഗറേഷൻ ആണ്. അപ്പം ഈ സെക്കൻഡ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ഈ ബേസിനെ എന്ത് ചെയ്യും, ഒന്നുകിൽ അൺകണക്റ്റഡ് ആയിട്ട് ഇട്ടേക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹൈ റെസിസ്റ്റൻസ് വഴി ഗ്രൗണ്ടിൽ കണക്ട് ചെയ്തിരിക്കും. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇലക്ട്രിക്കൽ ഐസൊലേഷൻ ഒന്നും കൂടെ എന്ത് ചെയ്യാൻ പറ്റും, പെർഫെക്റ്റ് ആക്കാൻ പറ്റും, അല്ലെങ്കിൽ കൂട്ടാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ 6th പിൻ, ബേസിൽ നിന്നുള്ള 6th പിൻ എന്താണ് നമ്മൾ ഗ്രൗണ്ടിലോട്ട് ഒരു ഹൈ റെസിസ്റ്റർ വഴി കണക്ട് ചെയ്യുന്നത്. സോ പിൻ 6 ഈസ് യൂസ്ഡ് ടു കൺട്രോൾ ദി സെൻസിറ്റിവിറ്റി ഓഫ് ദി ഫോട്ടോ ട്രാൻസിസ്റ്റർ. ദിസ് പിൻ ഈസ് യൂസ്ഡ് ടു കണക്ട് വിത്ത് ഗ്രൗണ്ട് ഓർ നെഗറ്റീവ് യൂസിങ് എ ഹൈ വാല്യൂ റെസിസ്റ്റർ. In this configuration, false triggering due to noise or electrical transient can be controlled effectively. നമുക്ക് ഇങ്ങനെ ചെയ്യുന്നത് കാരണം എന്താണ്, ഫോൾസ് ട്രിഗറിങ് ഡ്യൂ ടു നോയ്സ്, അതായത് ഈ LED നിന്ന് വരുന്ന ലൈറ്റ് അല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ ഫോട്ടോ ട്രാൻസിസ്റ്റർ ആക്റ്റീവ് ആകുന്നത് എന്ത് ചെയ്യാൻ പറ്റും, തടയാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ പിൻ 6 സെക്കൻഡ് കോൺഫിഗറേഷനിൽ, ഈ സെക്കൻഡ് ഫിഗറിലെ പിൻ 6 എന്ത് ചെയ്യുന്നത്, നെഗറ്റീവ് അല്ലെങ്കിൽ ഗ്രൗണ്ടിലേക്ക് ഒരു ഹൈ റെസിസ്റ്റർ വാല്യൂ വെച്ചിട്ട് കണക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ഫോട്ടോ ഡാർലിംഗ്ടൺ ട്രാൻസിസ്റ്റർ ഒപ്റ്റോകപ്ലർ. അപ്പോൾ ഫോട്ടോ ഡാർലിംഗ്ടൺ ട്രാൻസിസ്റ്റർ ഒപ്റ്റോകപ്ലർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് പോർഷൻ എന്താണ്, ഒരു LED ആണ്. സെക്കൻഡ് പോർഷനായ ഫോട്ടോ സെൻസിറ്റീവ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഒരു ഡാർലിംഗ്ടൺ ട്രാൻസിസ്റ്റർ ആണ്. അപ്പോൾ ഡാർലിംഗ്ടൺ ട്രാൻസിസ്റ്ററിൻ്റെ ഉണ്ടോ, 2 ട്രാൻസിസ്റ്റർ കാസ്കേഡായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒന്നിൻ്റെ എമിറ്റർ എടുത്തിട്ട് രണ്ടാമത്തേൻ്റെ ബേസിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതാണ് എന്ത്, ഒരു ഫോട്ടോ ഡാർലിംഗ്ടൺ ട്രാൻസിസ്റ്റർ ഒപ്റ്റോകപ്ലർ. So Darlington transistor is 2 transistor pair where one transistor controls the other transistor base. അപ്പോൾ ഒരു ട്രാൻസിസ്റ്റർ ആണ്, അതിൻ്റെ എമിറ്റർ എടുത്തിട്ടാണ് മറ്റേ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ട്രാൻസിസ്റ്റർ ആണ് മറ്റേ ട്രാൻസിസ്റ്ററിനെ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ്സ് ഹൈ ഗെയിൻ. നമുക്ക് ഒരു ഹൈ ഗെയിൻ അച്ചീവ് ചെയ്യാനായിട്ട് ഈ ഡാർലിംഗ്ടൺ കോൺഫിഗറേഷനിലൂടെ പോസിബിൾ ആണ്. Next is this type of optocoupler also used in DC circuit related area for the isolation. അപ്പോൾ നമ്മളിത് ഒരു DC സർക്യൂട്ടിൽ ഐസൊലേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ് കൂടുതലായും ഈ ഡാർലിംഗ്ടൺ പെയറിലോ ഡാർലിംഗ്ടൺ കോൺഫിഗറേഷനിലുള്ള ഒപ്റ്റോകപ്ലർ യൂസ് ചെയ്യുന്നത്. ഇവിടെയും എന്താണ്, 6th പിൻ is internally connected to the base of the transistor used to control the സെൻസിറ്റിവിറ്റി ഓഫ് ദി ട്രാൻസിസ്റ്റർ. ഈ 6th പിന്ന് ഈ ബേസിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് കാരണം നമുക്ക് ഇതിൻ്റെ സെൻസിറ്റിവിറ്റി എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഈ ഡാർലിംഗ്ടൺ ട്രാൻസിസ്റ്ററിൽ ഉപയോഗിക്കുന്ന കുറച്ച് ഒപ്റ്റോകപ്ലറിൻ്റെ എക്സാമ്പിൾസ് ആണ് 4N32, 4N33, H21B1, H21B2, H21B3. അപ്പോൾ ഈ ഒപ്റ്റോകപ്ലർ ഐസീസ് എല്ലാം എന്താണ്, ഡാർലിംഗ്ടൺ കോൺഫിഗറേഷനിൽ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ദെൻ അത് പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഫോട്ടോ ട്രാൻസിസ്റ്റർ ഒപ്റ്റോകപ്ലറിനകത്ത് വരുന്നതാണ് PC816, PC817, LTV817, K847PH. ഇതെല്ലാം ഫോട്ടോ ട്രാൻസിസ്റ്റർ ബേസ്ഡ് ഒപ്റ്റോകപ്ലറാണ്. അപ്പം ഫോട്ടോ ട്രാൻസിസ്റ്റർ ആണെന്നുണ്ടെങ്കിലും ഡാർലിംഗ്ടൺ ട്രാൻസിസ്റ്റർ ആണെന്നുണ്ടെങ്കിലും നമ്മൾ DC സർക്യൂട്ട് ഐസൊലേഷനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഫോട്ടോ ട്രാൻസിസ്റ്ററിന് എക്സാമ്പിൾ PC816, PC817, LTV817, K847PH. ആൻഡ് ഡാർലിംഗ്ടൺ ആണെന്നുണ്ടെങ്കിൽ എല്ലാം 4N32, 4N33, H21B1, H21B2, H21B3. അപ്പോൾ ഇതൊക്കെ കുറച്ച് ഒപ്റ്റോകപ്ലറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ICയുടെ നെയിംസ് ആണ്.
നെക്സ്റ്റ് ഇസ് ഫോട്ടോ SCR ബേസ്ഡ് ഒപ്റ്റോകപ്ലർ. ഫോട്ടോ SCR ബേസ്ഡ് ഒപ്റ്റോകപ്ലർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപുട്ട് LED തന്നെയാണ്. സോ സെക്കൻഡ് പാർട്ട് ഇസ് ആൻഡ് SCR അല്ലേ? ഒരു SCR ആയിരിക്കും നമ്മൾ സെക്കൻഡ് പാർട്ടിൽ ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ AC സർക്യൂട്ട്സിൽ ഐസൊലേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഫോട്ടോ SCRന് എക്സാമ്പിൾസ് ആണ് MOC3071, IL400, MOC3072. അപ്പോൾ MOC IL എന്നൊക്കെ തുടങ്ങുന്നത് എന്താണ്? ഫോട്ടോ SCR ബേസ്ഡ് ഒപ്റ്റോകപ്ലർ ആണ്. അപ്പോൾ ഈ SCRൻ്റെ നോർമൽ ഓപ്പറേഷൻ തന്നെ പെർഫോം ചെയ്യും. പക്ഷേ SCRനെ ട്രിഗർ ചെയ്യിക്കുന്നത് ലൈറ്റ് വഴിയാണ്. SCR എന്ന് പറഞ്ഞാൽ എന്താണ്? സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ. അപ്പോൾ അത് നമ്മൾ പവർ ഇലക്ട്രോണിക്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ ബേസിക് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ അത് ഒരു ഹൈ പവർ റെക്ടിഫയർ ആണല്ലേ. അതിന് നമ്മൾ അതിൻ്റെ നോർമൽ ഫങ്ഷൻ ഇലക്ട്രിക്കൽ എനർജിക്ക് പകരം ലൈറ്റ് എനർജി ഉപയോഗിച്ച് ചെയ്യുന്നതാണ് എന്ത്? ഫോട്ടോ SCR എന്ന് പറയും. നെക്സ്റ്റ് ഈസ് ഫോട്ടോ ട്രയാക് ഒപ്റ്റോകപ്ലർ. ഫോട്ടോ ട്രയാക് ഒപ്റ്റോകപ്ലറിൻ്റെ ബേസിക് ഡയഗ്രാം ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ട്രയാക്കിൻ്റെ സിമ്പിളാണ് ആ ഫോട്ടോ സെൻസിറ്റീവ് പാർട്ടിൽ വരുന്നത്. ഇൻപുട്ട് സൈഡിൽ ഒരു LED. So triac is mainly used where AC based control or switching is needed. അപ്പം ഇവിടെ രണ്ടാമത്തെ സെക്കൻഡ് നമ്മൾ പഠിച്ച തൊട്ട് മുമ്പായിട്ട് പഠിച്ച SCRും then എന്താണ് ട്രയാക്കും എന്താണ് AC സർക്യൂട്ട്സിലാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ LED നമുക്ക് DC വെച്ചിട്ട് കൺട്രോൾ ചെയ്യാം. പക്ഷേ ട്രയാക്കിനെ കൺട്രോൾ ചെയ്യാനായിട്ട് AC തന്നെ ആവശ്യമുണ്ട്. The LED can be controlled using DC and the triac used to control AC. Optocoupler provide excellent isolation in this case too. അപ്പോൾ രണ്ട് കേസ് AC ആണെങ്കിലും DC ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഐസൊലേഷൻ ഇത് പോസിബിൾ ആണ്. എന്നാലും ട്രയാക്കിൻ്റെ വർക്കിങ്ങിന് AC ആവശ്യമാണ്. അതിന് എക്സാമ്പിൾസ് ആണ് IL420, 4N35 ഒക്കെ ട്രയാക്ക് ബേസ്ഡ് ഒപ്റ്റോകപ്ലറാണ്. അപ്പോൾ ഇത്രയാണ് ഒപ്റ്റോകപ്ലറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. അതുകൂടാതെ 4 ടൈപ്സ് ഓഫ് ഒപ്റ്റോകപ്ലർ. ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ മിനിമം നോക്കിക്കൊണ്ട് പോവുക. നെക്സ്റ്റ് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻസ് ആണ് ഒപ്റ്റോകപ്ലർ ആപ്ലിക്കേഷൻസ്. അപ്പോൾ ആപ്ലിക്കേഷൻസ് നമ്മൾ ഒരെണ്ണം നേരത്തെ പറഞ്ഞു, സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യല്ലേ. പിന്നെ ബെസ്റ്റ് ഐസൊലേറ്റർ ആണ്. സോ ഒപ്റ്റോകപ്ലേഴ്സ് ആൻഡ് ഒപ്റ്റോ ഐസൊലേറ്റേഴ്സ് ക്യാൻ ബി യൂസ്ഡ് ഓൺ ദെയർ ഓൺ ഓർ ടു സ്വിച്ച് എ റേഞ്ച് ഓഫ് അതർ ലാർജ് ഇലക്ട്രോണിക് ഡിവൈസസ് such as transistors and triacs, providing the required electrical isolation between a lower voltage control signal and a much higher voltage mains കറണ്ട് ഔട്ട്പുട്ട് സിഗ്നൽ. അപ്പോൾ പ്രധാനമായിട്ടും അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലോ വോൾട്ടേജിനെ ഒരു ഹൈ വോൾട്ടേജിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഒപ്റ്റോകപ്ലർ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്കൊരു മൈക്രോ കൺട്രോളർ അല്ലെങ്കിൽ ഒരു അഡ്രിനോ, അതിനെ നമുക്ക് ഹൈ വോൾട്ടേജ് മെയിൻസിൽ നിന്നും ഐസൊലേറ്റ് ചെയ്യിക്കണം. അതിനായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഒപ്റ്റോകപ്ലർ ഉപയോഗിക്കാം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇറ്റ് ക്യാൻ ബി used for the electrical isolation between a lower voltage control signal and a much higher voltage or mains current output signal. Next application എന്ന് പറഞ്ഞാൽ this is used in DC circuit and AC related operations in circuits. അപ്പോൾ DC സർക്യൂട്ടിലും AC സർക്യൂട്ടിലും നമ്മളിത് അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഡയറക്റ്റ് ഇലക്ട്രിക്കൽ കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട് രണ്ട് സർക്യൂട്ടിനെ ഐസൊലേറ്റ് ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അത് തന്നെയാണ് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. ദെൻ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ സ്വിച്ച് അല്ലേ. ട്രാൻസിസ്റ്റർ ഒരു സ്വിച്ചായിട്ട് ആക്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഒപ്റ്റോകപ്ലറിനെ എന്തായിട്ട് ആക്ട് ചെയ്യിക്കാം? ഒരു സ്വിച്ചായിട്ട് ആക്ട് ചെയ്യിക്കാം. ഓക്കെ, അപ്പോൾ ട്രാൻസിസ്റ്റർ നമുക്കറിയാം സാച്ചുറേഷൻ കട്ട് ഓഫ് റീജിയനിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് സ്വിച്ചായിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ ഈ ഒപ്റ്റോകപ്ലർ നമുക്ക് LED-ക്കകത്ത് നിന്ന് ലൈറ്റ് ഉണ്ടെങ്കിൽ LED-യിൽ ഇൻപുട്ട് LED-യിൽ നിന്ന് ലൈറ്റ് വന്നാൽ മാത്രമേ ഫോട്ടോ ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യത്തുള്ളൂ. ലൈറ്റ് വന്നില്ല എന്നുണ്ടെങ്കിൽ ഫോട്ടോ ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് അതിനെ എന്തായിട്ട് ഉപയോഗിക്കാം? ഒരു സ്വിച്ചിങ് ആക്ഷനായിട്ട് ഉപയോഗിക്കാം.
So it can be used in various microcontroller related operations where digital pulses or analog information needed from a high voltage circuitry can be used for excellent isolation between this two. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അപ്പോൾ നമുക്ക് ഇത് മൈക്രോ കൺട്രോളറിലൊക്കെ ഉപയോഗിക്കാം. കാരണം ഈ മൈക്രോ കൺട്രോളറിലേക്ക് നമുക്ക് ഇൻപുട്ട് കൊടുക്കുന്നതും ഔട്ട്പുട്ട് എടുക്കുന്നതും ഒക്കെ എന്താണ്, മൈക്രോ കൺട്രോളറിലേക്ക് ഒരു ഹൈ വോൾട്ടേജ് സർക്യൂട്ടറി വേണം. എന്തിനു വേണ്ടിയിട്ടാണ്? അനലോഗിനെ ഡിജിറ്റൽ ആക്കാനും തിരിച്ച് ഡിജിറ്റലിനെ അനലോഗ് ആക്കാനും. അപ്പോൾ ആ ഹൈ വോൾട്ടേജ് സർക്യൂട്ടറി വേണ്ട ഒരു ആവശ്യം വരുന്നെടുക്കെ നമുക്ക് അതിനകത്തുനിന്ന് തിരിച്ച് വോൾട്ടേജ് കുറച്ചിട്ട് മ്യൂപ്പിയിലേക്ക് കൊടുക്കാനും അല്ലെങ്കിൽ മ്യൂപ്പിയിൽ നിന്ന് എടുത്തിട്ട് വോൾട്ടേജ് മാറ്റി കൊടുക്കാനും ഒക്കെ നമുക്ക് എന്തുപയോഗിക്കാം? ഈ ഒപ്റ്റോ കപ്ലേഴ്സ് ഉപയോഗിക്കാം. അതാണ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ വേരിയസ് മൈക്രോ കൺട്രോളർ റിലേറ്റഡ് ഓപ്പറേഷൻസ് വേർ ഡിജിറ്റൽ പൾസസ് ഓർ അനലോഗ് ഇൻഫർമേഷൻ നീഡഡ് ഫ്രം എ ഹൈ വോൾട്ടേജ് സർക്യൂട്ടറി. ഒപ്റ്റോ കപ്ലർ ക്യാൻ ബി യൂസ്ഡ് ഫോർ എക്സലൻറ്റ് ഐസൊലേഷൻ ബിറ്റ്വീൻ ദിസ് ടു. അപ്പോൾ ഇത്രയാണ് ഒപ്റ്റോ കപ്ലറുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോവാം. നെക്സ്റ്റ് നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. അതിനു മുമ്പ് സോളാർ സെല്ലിൻ്റെയും ഒപ്റ്റോ കപ്ലറിൻ്റെയും കുറച്ച് MCQs ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ലാസ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്ത പോർഷൻസിൻ്റെ കുറച്ച് MCQs ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഇസ് ഫോട്ടോ ഡയോഡ് ഈസ് യൂസ്ഡ് ഇൻ ദ ഡിറ്റക്ഷൻ ഓഫ്. ഇപ്പോൾ ഫോട്ടോ ഡയോഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഡിറ്റക്ഷൻ ഓഫ് ലൈറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ബോത്ത് വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ ലൈറ്റാണ് കേട്ടോ. അപ്പോൾ ആ ഉപയോഗിക്കുന്ന ഫോട്ടോ ഡയോഡിൻ്റെ മെറ്റീരിയൽ അനുസരിച്ച് നമുക്ക് വിസിബിൾ ലൈറ്റും ഇൻവിസിബിൾ ലൈറ്റും എന്ത് ചെയ്യാൻ പറ്റും? ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. കറസ്പോണ്ടിങ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. So next is, in using a photodiode as a photo detector, it is invariably reverse biased. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? The power consumption is much reduced compared to reverse biased condition. അതുകൊണ്ടാണോ നമ്മൾ റിവേഴ്സ് ബയാസിൽ വർക്ക് ചെയ്യിക്കുന്നത്. Then only when the photodiode is reverse biased, the incident photons produce electron hole pairs. അതുകൊണ്ടാണോ? തേർഡ് ഓപ്ഷൻ is only if the diode is reverse biased, light variations can be converted into current variations. അതാണോ? നെക്സ്റ്റ് ഓപ്ഷൻ is when photons are incident on the diode, the fractional change in the reverse current is much greater than the fractional change in the forward current. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പം പറഞ്ഞിരുന്നു ഇല്ലേ? അപ്പം നമുക്ക് ഫോട്ടോ ഡയോഡിൽ ആ കറണ്ട് വ്യത്യാസം അറിയണമെന്നുണ്ടെങ്കിൽ അത് റിവേഴ്സ് റീജിയനിലായിരിക്കണം അല്ലേ? കാരണം മൈക്രോ ആംബിയർ ചേഞ്ച് ഉണ്ടാവുന്നത് ഒരു മൈക്രോ ആംബിയർ ചേഞ്ചിനകത്തെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഒരു മില്ലി ആംബിയറിൽ ഒരു മൈക്രോ ആംബിയർ ചേഞ്ച്, അതായത് ഒരു ഫോർവേഡ് കറണ്ടിനകത്ത് ഒരു ഫോർവേഡ് കറണ്ട് എപ്പോഴും മില്ലി ആംബിയർ റേഞ്ചിലായിരിക്കും. അതിനകത്തൊരു മൈക്രോ ആംബിയർ റേഞ്ചിലെ കറണ്ട് വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് ഇൻവേരിയബിളി റിവേഴ്സ് ബയാസ്ഡ്. ആ പോയിന്റ് അവിടെ നോട്ട് ചെയ്ത് വെക്കുക. വെൻ ഫോട്ടോൺസ് ആർ ഇൻസിഡൻറ്റ് ഓൺ ദ ഡയോഡ്, ദ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ദ റിവേഴ്സ് കറണ്ട് ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ ദി ഫോർവേഡ് കറണ്ട്. അതായത് മില്ലി ആംബിയർ റേഞ്ചിലെ വ്യത്യാസവും മൈക്രോ ആംബിയർ റേഞ്ചിലെ വ്യത്യാസവും കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ മൈക്രോ ആംബിയർ റേഞ്ചിലെ വ്യത്യാസമായിരിക്കും നമുക്ക് എളുപ്പം മനസ്സിലാവുക. ഒരു മില്ലി ആംബിയറിൽ മൈക്രോ ആംബിയർ ചേഞ്ച് ഉണ്ടാകുന്നത് മനസ്സിലാകുന്നതിനേക്കാളും ഒരു മൈക്രോ ആംബിയർ ചേഞ്ച് നമുക്ക് എളുപ്പം മനസ്സിലാക്കാം. അതാണ് ആ ഫ്രാക്ഷണൽ ചേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Next question, the maximum wavelength of photons that can be detected by a photodiode made by a semiconductor of band gap 2 electron volts. അപ്പോൾ ആ ഒരു വാല്യൂ ഓർത്തിരിക്കുക, 620 നാനോമീറ്റർ ആണ്. അപ്പോൾ 2 ഇലക്ട്രോൺ വോൾട്ട് വാല്യൂ ഉള്ള ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 620 നാനോമീറ്റർ ആണ്. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആ ഗ്യാപ്പിൻ്റെ ഇക്വേഷൻ, എനർജിയുടെ ഇക്വേഷൻ E=hc/λ. എച്ച് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്, സി വെലോസിറ്റി ഓഫ് ലൈറ്റ്,
ദെൻ ഇയുടെ വാല്യൂ തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ലാംഡ കണ്ടുപിടിക്കാം. അപ്പം ഒരു 2 ഇലക്ട്രോൺ വോൾട്ട് ആണെന്നുണ്ടെങ്കിൽ 620 നാനോമീറ്റർ റേഞ്ച് ആണെന്ന് ഒന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ്, ദ പ്രസൻസ് ഓഫ് ഡാർക്ക് കറണ്ട് ഡിക്രീസസ് ദി സെൻസിറ്റിവിറ്റി ഓഫ് ഫോട്ടോ ഡയോഡ് ടു ലൈറ്റ്. അപ്പോൾ ഡാർക്ക് കറണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാണ്, അതിൻ്റെ സെൻസിറ്റിവിറ്റി കുറയാണോ കൂടുകയാണോ? സെൻസിറ്റിവിറ്റി ഒബ്വിയസ്ലി എന്ത് ചെയ്യും, കുറയും. ഇപ്പോൾ ഡാർക്ക് കറണ്ട് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഒന്നും വീഴാത്തപ്പോൾ ഉള്ള കറണ്ടാണ്. അപ്പോൾ ലൈറ്റ് ഒന്നും വീഴുമ്പോൾ ആക്ച്വലി കറണ്ട് ഒന്നും ഉണ്ടാവാൻ പാടില്ല, പക്ഷെ ഒരു നേരിയ കറണ്ട് ഉണ്ടാവും ഇല്ലേ, അതാണ് എന്തെന്ന് പറഞ്ഞാൽ ഡാർക്ക് കറണ്ട് എന്ന് പറഞ്ഞാൽ. പിന്നെ ആ വാല്യൂ, ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് കൂടുന്നതനുസരിച്ച് കറണ്ടിൻ്റെ വാല്യൂ എന്ത് ചെയ്ത് വരും, കൂടി വരും. അപ്പം നമുക്ക് ഒരു ഡാർക്ക് കറണ്ട് നല്ല വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഫോട്ടോയുടെ സെൻസിറ്റിവിറ്റി അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, കുറവായിരിക്കും. അപ്പം പ്രൊപ്പോർഷണലായിട്ട് നമുക്ക് കിട്ടത്തില്ല. ദെൻ photodiodes operates by absorption of photons or charged particles and generate a flow of current in an external circuit dash to the incident power. അപ്പോൾ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് കറണ്ട് എന്തായിരിക്കും, ഇൻസിഡൻറ്റ് പവറിന് ലൈറ്റ് എനർജിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ഓപ്ഷൻ വെച്ച് തന്നെ പറയാം, നമുക്ക് ഓപ്ഷൻ എ ആണ് ആൻസർ, ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇൻസിഡൻറ്റ് പവർ. ദെൻ ലൈറ്റ് ഈസ് അബ്സോർബ്ഡ് എക്സ്പോണൻഷ്യലി വിത്ത് ഡിസ്റ്റൻസ്. അപ്പോൾ ആ കർവ് ഓർക്ക് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അപ്പോൾ ലീനിയർ കർവ് അല്ല, എക്സ്പോണൻഷ്യലി ആണ് അതിൻ്റെ ഒരു ഇൻക്രീസ് എന്ന് പറയുന്നത്. ആൻഡ് പ്രൊപ്പോർഷണൽ ടു ദി അബ്സോർപ്ഷൻ കോഎഫിഷ്യൻറ്റ്. അപ്പോൾ അബ്സോർപ്ഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഏത് മെറ്റീരിയൽ ആണോ ഉപയോഗിച്ചിരിക്കുന്നത് അതിന് ലൈറ്റ് അബ്സോർബ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി, അത് ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടറാണ് അബ്സോർപ്ഷൻ കോഎഫിഷ്യൻറ്റ്. അതിനും പ്രൊപ്പോർഷണൽ ആയിരിക്കും അല്ലേ. ലൈറ്റ് എത്രത്തോളം അബ്സോർബ് ചെയ്യുന്നു എന്നുള്ളത് ഈസ് എക്സ്പോണൻഷ്യലി വിത്ത് ദ ഡിസ്റ്റൻസ് ആൻഡ് പ്രൊപ്പോർഷണൽ ടു ദി അബ്സോർപ്ഷൻ കോഎഫിഷ്യൻറ്റ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നമുക്ക് ആൻസർ ചേർത്ത് വായിക്കാം. ഫോട്ടോഡയോഡ്സ് ഓപ്പറേറ്റ് ബൈ അബ്സോർപ്ഷൻ ഓഫ് ഫോട്ടോൺസ് ഓർ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആൻഡ് ജനറേറ്റ് എ ഫ്ലോ ഓഫ് കറണ്ട് ഇൻ ആൻ എക്സ്റ്റേണൽ സർക്യൂട്ട് proportional to the incident power. The light is absorbed exponentially with the distance and proportional to the absorption coefficient. Next is, what is the reason phototransistor produce more current than a photodiode? അപ്പോൾ ഫോട്ടോ ട്രാൻസിസ്റ്റർ ഒരു ഫോട്ടോ ഡയോഡിനേക്കാളും മോർ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയാൻ കാരണം എന്താണ്? The current produced by photons is amplified by the HFE of the transistor. അപ്പം ഈ ട്രാൻസിസ്റ്റർ ആക്ഷൻ വരുമ്പോഴത്തേക്കും അപ്പോൾ ഒരു ഫോട്ടോ ട്രാൻസിസ്റ്ററിനകത്ത് ബീറ്റ എന്നുള്ള അല്ലെങ്കിൽ HFE എന്നുള്ള ഒരു ഫാക്ടർ വരും അല്ലേ. ആ ഫാക്ടറിൻ്റെ പ്രസൻസ് കാരണമാണ് ഫോട്ടോ ഡയോഡിനേക്കാളും ഫോട്ടോ ട്രാൻസിസ്റ്റർ ആണ് കൂടുതൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ വാട്ട് ഈസ് ദ റീസൺ ഫോട്ടോ ട്രാൻസിസ്റ്റർ പ്രൊഡ്യൂസസ് മോർ കറണ്ട് ദാൻ എ ഫോട്ടോ ഡയോഡ്? ദ കറണ്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ഫോട്ടോൺസ് ഈസ് ആംപ്ലിഫൈഡ് ബൈ HFE ഓഫ് ദി ട്രാൻസിസ്റ്റർ. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തപ്പം പറഞ്ഞായിരുന്നു, IC എന്ന് പറഞ്ഞാൽ ബീറ്റ ടൈംസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in a photodiode when there is no incident light the reverse current is almost negligible and is called എന്താണ്? ലൈറ്റ് ഒന്നും ഇല്ലാത്തപ്പോൾ ഉള്ള റിവേഴ്സ് കറണ്ടിനെ വിളിക്കുന്ന പേര് ഡാർക്ക് കറണ്ട് അല്ലേ. ദെൻ കമ്പയർഡ് ടു എ photodiode which of the listed advantages and disadvantages would be expected of a photo transistor? അപ്പോൾ ഫോട്ടോ ട്രാൻസിസ്റ്ററിന് ഉണ്ടാവുന്ന ഫോട്ടോ ഡയോഡിനെ അപേക്ഷിച്ച് ഉണ്ടാവുന്ന ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എന്താണ്? അപ്പോൾ നമ്മൾ പഠിച്ചപ്പം പറഞ്ഞായിരുന്നു, ഫോട്ടോ ട്രാൻസിസ്റ്ററിനാണെന്നുണ്ടെങ്കിൽ സെൻസിറ്റിവിറ്റി ഫോട്ടോ ഡയോഡിനേക്കാൾ കൂടുതലാണ്, പക്ഷേ സ്ലോവർ റെസ്പോൺസ് ആണ്. സോ ദ ഓപ്ഷൻ ഈസ് സി, സ്ലോവർ റെസ്പോൺസ് ആണ്, ദെൻ ഗ്രേറ്റർ സെൻസിറ്റിവിറ്റി. ഇപ്പോൾ ഫോട്ടോ ട്രാൻസിസ്റ്ററിന് റെസ്പോൺസ് സ്ലോവർ ആണ്, പക്ഷേ സെൻസിറ്റിവിറ്റി കൂടുതലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ എ ഡയോഡ് ഈസ് ഫോർവേഡ് ബയാസ്ഡ് ദ റീകോമ്പിനേഷൻ ഓഫ് ഫ്രീ ഇലക്ട്രോൺ ആൻഡ് ഹോൾസ് പ്രൊഡ്യൂസ് ഡാഷ്. അപ്പോൾ നമ്മൾ ഡയോഡ് ഫോർവേഡ് ബയാസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്കറിയാം ഫ്രീ ഇലക്ട്രോൺ ഹോൾ പെയർസ് എന്ത് ചെയ്യും, റികമ്പൈൻ ചെയ്യും അല്ലേ. അത് കാരണം ഉണ്ടാവുന്ന എനർജി ഫോംസ് എന്തൊക്കെയാണ്? ഹീറ്റ്, ലൈറ്റ്, റേഡിയേഷൻ, ഓൾ ദി എബോ. അപ്പോൾ ഓൾ ദി എബോ ആണ് ആൻസർ അല്ലേ.
അവിടെ ഹീറ്റ് ഉണ്ടാവും അല്ലേ, തെർമൽ ജനറേഷൻ എന്തായാലും ഉണ്ടാവും. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് നോർമൽ ടെമ്പറേച്ചറിൽ തന്നെ സെമി കണ്ടക്ടേഴ്സിന് ബോൺഡ്സ് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട്. അപ്പോൾ അവിടെ എന്തായാലും ഹീറ്റ് എനർജി ഉണ്ട്. ദെൻ ആ റീകോമ്പിനേഷൻ വഴി ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ ലൈറ്റ് എനർജി ഉണ്ട്. ദെൻ റേഡിയേഷൻ അല്ലേ. അപ്പോൾ ഇത് മൂന്നും അവിടെ വരുന്നുണ്ട്. ദെൻ ദ വിഡ്ത്ത് ഓഫ് ഡിപ്ലീഷൻ റീജിയൻ ഇസ്, അത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് സോളിഡ് സ്റ്റേറ്റുമായിട്ടും അല്ലെങ്കിൽ ബേസിക്സ് ഓഫ് ഡയോഡിലൊക്കെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ വിഡ്ത്ത് ഓഫ് ഡിപ്ലീഷൻ റീജിയൻ ഇസ് ഓൾവേസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ഡോപ്പിംഗ്. അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. ദ വിഡ്ത്ത് ഓഫ് ഡിപ്ലീഷൻ റീജിയൻ ഈസ് ഓൾവേസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ഡോപ്പിംഗ്. നമുക്ക് LDRസും സോളാർ സെല്ലിലെയും MCQs, ഒപ്റ്റോ കപ്ലറിലെയും MCQs നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ട് ബാക്കി റിമൈനിങ് പോർഷൻസും കൂടി നോക്കാം. താങ്ക് യു.